അഡീഷണൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ മാറ്റമൊന്നുമില്ല. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ടാവില്ല, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ്. ആലോചിച്ച് ചെയ്തിട്ടുണ്ട്. എത്രയും ഇപ്പോൾ ചോദിക്കുന്നത്? 2023 മോഡൽ, സിംഗിൾ RC ഓണർഷിപ്പ്, 50,000 കിലോമീറ്റർ ഓടിയ ബേസ് ഓപ്ഷൻ വണ്ടി, 791 ഓൺ റോഡ് വരുന്ന വണ്ടി. ഇപ്പോൾ 791, അതായത് GST എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ 791 ഓൺ റോഡ് വരുന്ന വാഹനമാണ്. ക്ലെയിം എന്തെങ്കിലും കാര്യങ്ങളൊന്നുമില്ല. 40,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിന് റെഡി കൊണ്ട് അത്ര മൈലേജ് ഉണ്ടാവില്ല. ഹ്യുണ്ടായി ആണ്. ഒരു 15-18 റേഞ്ചൊക്കെ പ്രതീക്ഷിക്കാം. 18 റേഞ്ച്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോസിൽ പലരും ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ്സ് ചെയ്യാറുണ്ട്, ചെറിയ ബഡ്ജറ്റ് വാഹനങ്ങൾ നിങ്ങളെന്താ കാണിക്കാത്തതെന്ന്. പക്ഷേ പല വീഡിയോസ് ഇപ്പോൾ ഒരുപാട് ഷോറൂം നമ്മൾ ചെറിയ ബഡ്ജറ്റ്, അതായത് ഡീലർ പ്രൈസിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന പല ഷോറൂമുകളും നമ്മൾ കാണിക്കാറുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഏകദേശം പുറകിൽ കാണുമ്പോൾ മനസ്സിലാവും. TVS സർട്ടിഫൈഡ്, കോഴിക്കോട് മാവൂർ റോഡാണ്. അതായത് ഡീലർ റേറ്റ് തന്നെ നിങ്ങൾക്ക് അടിപൊളി വാഹനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നമുക്ക് അഖിലിനെ സ്വാഗതം ചെയ്യാം. എങ്ങനെ വന്നോളൂ. ഹായ് ജിതേൻ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ അവസ്ഥ ഇന്നത്തെ സ്റ്റോക്കിന്റെ? നമ്മൾ പറഞ്ഞ പോലെ തന്നെ 10-15ഓളം വണ്ടികൾ, 14 വണ്ടികളോളം ഇന്ന് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, എല്ലാം നല്ല ഡീലർ പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. കൊടുക്കാൻ പറ്റും. ഡീലർ പ്രൈസ് എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കാൻ എടുത്ത് കൊണ്ടുപോയിട്ട് ഒരുപാട് പണിയുണ്ട്, ഒരുപാട് വർക്ക് ഉണ്ട്. അങ്ങനത്തെ മേജറായിട്ടുള്ള കംപ്ലൈൻറ്റ്സോ അങ്ങനത്തെ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് അറിയാലോ, കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്യും എന്താണ് കാര്യം എന്നുള്ളത്. ഓക്കെ, TVS സർട്ടിഫൈഡ്, അതായത് ഇവരെല്ലാ വണ്ടികളും ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയിട്ട് തന്നെ എടുക്കുന്നതാണ് അല്ലേ. അഡീഷണൽ ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് ആണല്ലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ലൊക്കേഷൻ കോഴിക്കോട് മാവൂർ റോഡ് KSRTC ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് ഒരു 100 മീറ്റർ മുന്നോട്ട് വന്നാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാം, പുതിയ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി. ഓക്കെ, അതിന് നമ്പർ കൊടുത്താൽ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ. ആദ്യ വാഹനം മാരുതി സുസുക്കി ഈക്കോ ആണ്. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ. ഫാമിലി പർപ്പസിനും കൊമേഴ്ഷ്യൽ പർപ്പസിനും രണ്ടിനും പറ്റിയൊരു വണ്ടിയാണ് അല്ലേ. ഇനി വേറെ ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കൊണ്ടുപോകാം. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2012 മോഡൽ, പിന്നെ 39,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് RC ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം. ഓക്കെ, പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈഫിൻ്റെ പേരിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ പേരിലേക്ക് മാറിയതാണ്. സെയിം അഡ്രസ്സാണ്. വീട്ടിൽ നിന്ന് തന്നെ മാറിയത്. വീട്ടിൽ തന്നെ മാറി. യൂസ് അവർ തന്നെ ആയിരിക്കും. അതെ അതെ, സെയിം യൂസ്, സിംഗിൾ യൂസ് തന്നെ. പക്ഷേ കിലോമീറ്റർ നമുക്ക് ഉറപ്പിക്കാവോ? ജെന്യൂന എന്താണെന്ന് വെച്ചാൽ ഇവർ കാറ്ററിംഗ് സർവീസ്, വൈഫിന് കാറ്ററിംഗ് സർവീസ് തുടങ്ങിയിട്ട് അതെന്തോ കാരണവശാൽ ശോഭിച്ചില്ല. ഓക്കെ, അങ്ങനെ പുള്ളി ഹസ്ബൻഡിന്റെ പേരിലേക്ക് മാറിയിട്ട് കിടന്നിരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ ഒക്കെ ജെന്യൂന, അവർക്ക് അത്ര യൂസോ ഉള്ളൂ. സർവീസ് ഒക്കെ ഉണ്ട്, സർവീസ് ഒക്കെ കറക്റ്റ് ആണ്, പക്കയാണ്. AC ആണോ? AC അല്ല, നോൺ AC വണ്ടിയാണ്. നോൺ AC വണ്ടിയാണ്. RCയിൽ 5 സീറ്റർ എന്നുള്ളത് 7 സീറ്റർ വണ്ടിയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഈ ഒരു AC ഇല്ലാത്ത വണ്ടി 7 സീറ്റർ തന്നെ വരിക. ഇത് രണ്ടാമത് RTO ഒന്ന് മാറിപ്പോകാനായിരിക്കും സാധ്യത. പക്ഷെ ഇപ്പം നിലവിൽ 5 സീറ്ററിന്റെ പെർമിറ്റിലാണ് വണ്ടി കാണുന്നത്. ഓക്കെ, അപ്പോൾ 2012 മോഡൽ, വെറും 39,000 കിലോമീറ്റർ, വീട്ടിൽ നിന്ന് തന്നെ മാറിയതാണ്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? എത്ര? 1,55,000 പ്രൈസ് ചോദിക്കുന്നത്. 1,55,000 രൂപയ്ക്ക് നിങ്ങൾക്കതാ ഒരു 5 സീറ്റർ ഈക്കോ കൊണ്ടുപോകാം. അതെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് പർപ്പസ് വേണമെങ്കിലും എടുക്കാം. CNG ആണെങ്കിൽ നല്ല മൈലേജും കയറും അല്ലേ. CNG ഇല്ല ഇതിപ്പോൾ, ഇപ്പം ഇല്ല. ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. അപ്പോൾ കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ അടിപൊളിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, ഫുൾ ഓൺ ചാൻസ് ഉണ്ടോ? ഫുൾ ഓൺ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു 25 റുപ്യൊക്കെ കാണുകയാണെങ്കിൽ ഒരു റിസ്ക്കും ഇല്ലാണ്ട് ഇറങ്ങിപ്പോകും. കസ്റ്റമർ സിബിൽ ഓക്കെ ആണെങ്കിൽ ഫുൾ ഓണിന് സാധ്യതയുള്ള വണ്ടിയാണ്. ഓക്കെ, ഒരു 25 റുപ്യ ഡൗൺ പേയ്മെന്റ് കാണുകയാണെങ്കിൽ സ്മൂത്തായിട്ട് ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ്. ഓക്കെ, അടുത്തത് ചെറിയ സെഗ്മെന്റ് വാഹനം, നല്ല മൈലേജിൽ നമ്മൾ ടൗണിലൊക്കെ ട്രാഫിക്കിലൊക്കെ കളിക്കുന്നവരാണെങ്കിൽ അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടിയാണ് അല്ലേ. ഡാറ്റ്സൺ റെഡിഗോ ആണ്. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതെങ്ങനെയാണ് മോഡലൊക്കെ? 2017 മോഡൽ, സിംഗിൾ RC ഓണർഷിപ്പിൽ വരുന്ന വാഹനം. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ അപാകതകളോ ഒന്നും തന്നെ ഇല്ല. ഏതായത് ഫുൾ ഓപ്ഷൻ ആണോ ഇതിൽ? ഫുൾ ഓപ്ഷൻ. ഓക്കെ, ഓട്ടോ എത്ര പോയി? 800 cc, 97,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 800 cc വണ്ടി, 97,000 ഓടിയിട്ടുണ്ട്. ഓക്കെ, സർവീസ് ഒക്കെ പക്ക ഉണ്ടോ? അതോ സർവീസ് പുറത്തുനിന്നും കമ്പനിയിൽ നിന്നുമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വണ്ടി നിലവിൽ അടിപൊളിയല്ലേ? നിലവിൽ അടിപൊളിയാണ്. അത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, ജെന്യൂൻ കിലോമീറ്റേഴ്സ് ആണ്. ഓക്കെ, 97,000 മൈലേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ഓട്ടം വന്നത്. 800 cc ഉള്ളൂ, ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടും. റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിന് ചോദിക്കുന്നത് വെച്ചാൽ 1,35,000 രൂപ. 1,35,000 2017 ഡാറ്റ്സൺ റെഡിഗോ ഫുൾ ഓപ്ഷൻ മാനുവൽ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓൺ ചാൻസ് ഉണ്ടോ? ഫുൾ ഓൺ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിന് നിലവിൽ AC വർക്ക് ചെയ്യുന്നില്ല. അതെത്ര ആ പ്രൈസിൽ കുറച്ച് കൊടുക്കുന്നതാണ്.
അല്ല, ആ പ്രൈസിൽ AC നന്നായി കൊടുക്കും. അല്ലെങ്കിൽ AC നന്നാക്കാൻ ആവുന്ന പ്രൈസ് കുറച്ച് കൊടുക്കാം, നമ്മൾ കുറച്ച് കൊടുക്കും. ഇപ്പൊ പറഞ്ഞ വില തന്നെയാണ് പറഞ്ഞത്. അതെ, ഒന്നുകിൽ നന്നാക്കി തരും, അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് കുറച്ച് തരും AC ചാർജ്. പിന്നെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ചെടുക്കണം, കുട്ടപ്പനാക്കണം. നല്ല വണ്ടിയാണ്, നല്ല വണ്ടിയാണ്. വേറെ അപാകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വണ്ടിയാണ്, അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. ആ ഒരു പ്രൈസിന് ഫുൾ എമൗണ്ട് ലോൺ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. സാധ്യതയുള്ള വണ്ടിയാണ്. അപ്പോൾ നമുക്കൊന്നും ചിന്തിക്കാണ്ട് ഈ ബജറ്റ് കുറഞ്ഞ വണ്ടികൾക്ക് ലോൺ വരില്ല, ഇതിന് ലോൺ തരും. അടുത്ത വണ്ടി വീണ്ടും നമ്മൾ 800cc തന്നെ എത്തി. ഇയോൺ ആണ്, ഹ്യുണ്ടൈ ഇയോൺ KL 51 രജിസ്ട്രേഷൻ. ഈ വണ്ടി ആദ്യം കാണുമ്പോൾ ഇതിന്റെ ടയറിലേക്കാണ് കണ്ടുപോകുന്നത്. നല്ല ടയേഴ്സ് ഉണ്ട്, 4 പുത്തൻ ടയറാണ്. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2017 മോഡൽ, ഫസ്റ്റ് RC ആണ്. ഓക്കെ, സിംഗിൾ 40,000 കിലോമീറ്റർ ഓടി വണ്ടി. 40,000 2017 സിംഗിൾ RC ഓണർ തന്നെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ഇയറും സെയിം RC ഓണറൊക്കെയാണ്, പക്ഷേ കിലോമീറ്റർ കുറവാണ് കമ്പാരിറ്റീവ്ലി അല്ലേ? കറക്റ്റ്. ഓക്കെ, ഏതാ ഇറ പ്ലസ് ആണോ അതോ ഇത് ഡിലൈറ്റ് പ്ലസ്? ഓക്കെ, ഡിലൈറ്റ് കഴിഞ്ഞ് ഡിലൈറ്റ് പ്ലസ്. ഓക്കെ, സെക്കൻഡ് പവർ സ്റ്റിയറിംഗ് വരും, AC വരും, പവർ വിൻഡോസ് ഉണ്ടാവില്ല, ഓക്കെ, ഇൻബിൽറ്റ് സ്റ്റീരിയോ ഉണ്ടാവില്ല. പക്ഷേ സ്റ്റീരിയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അഡീഷണൽ? ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇറ പ്ലസിലേക്ക് വരുമ്പോൾ 2 പവർ വിൻഡോ മാത്രമേ വരുള്ളൂ അഡീഷണൽ, ബാക്കിയെല്ലാം എക്സ്ട്രാ ചെയ്യുന്നതാണ്. ക്ലെയിം എന്തെങ്കിലും? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. 40,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിന് റെഡിഗോന് അത്ര മൈലേജ് ഉണ്ടാവില്ല, ഹ്യുണ്ടായി ആണ്. ഒരു 15-18 റേഞ്ചൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ? 18 ആ റേഞ്ച്. ഓക്കെ, എത്രയാണ് ചോദിക്കുന്നതിന് ഇപ്പോൾ? ഇത് നമ്മൾ 1,95,000 ചോദിക്കുന്നത്. ഒരു ചെറുതായിട്ടൊരു എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വരുത്തി കൊടുക്കും. ഓക്കെ, വളരെ ചെറുതായിട്ടുള്ള മാറ്റം. ഈ 1.95 2017 ഈ ഒരു 40,000 കിലോമീറ്ററുടെ 4 പുത്തൻ ടയറുള്ള വാഹനം. നിലവിലെ അലൈൻമെന്റ് മാത്രമേ ചെയ്യാനുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. സർവീസ് അടക്കം ചെയ്ത് കഴിഞ്ഞ് വെച്ചിരിക്കുന്ന വാഹനമാണ്. ഓക്കെ, അലൈൻമെന്റ് ആണ് ഒരു 600 രൂപ അല്ലേ? അത്രേ വരും. കണ്ടാൽ ചെയ്തിറക്കാം. അടുത്ത വണ്ടിയിൽ ഹ്യുണ്ടൈ i10 ഗ്രാൻഡ് ആണ് അടുത്ത വാഹനം. KL 22 രജിസ്ട്രേഷൻ. ഏറ്റവും ടോപ്പ് റേഞ്ച് അല്ലേ? ഏറ്റവും ഫുൾ ഓപ്ഷൻ അലോയ്സ് പുഷ്പ ട്രക്ക് വരുന്ന വാഹനമാണ്. ഏതാ മോഡല്? 2014 മോഡല്, സെക്കൻഡ് RC ഓണർഷിപ്പിൽ വരുന്ന വാഹനം. ഓക്കെ, 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പറഞ്ഞ പോലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, ഏറ്റവും ടോപ്പ് ഉണ്ട്. ആ ഒരു വർഷം വെച്ചിട്ട് 75 എന്ന് പറയുന്നത് കുറഞ്ഞ കിലോമീറ്റർ. അതേപോലെ നീറ്റ് വണ്ടിയാണ്. ഒരു സ്ഥലത്ത് റീപെയിന്റ് പോലും ഇല്ല ഈ വണ്ടിയിൽ. കയറിയിട്ടില്ല അല്ലേ? ഒരു സ്ഥലത്ത് ടച്ചപ്പ് പോലും കയറാത്ത, എന്താ പറയുക, പെർഫെക്റ്റ് വെഹിക്കിൾ. ഓക്കെ, വെൽ മെയിൻറ്റൈൻഡ് തന്നെയാണ്. കംപ്ലൈന്റുകൾ യാതൊന്നുമില്ല. ഒരു 12-15 റേഞ്ച് ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം. എത്ര ഇതിനിപ്പോൾ ചോദിക്കുന്നത്? ഇതിനിപ്പോൾ ചോദിക്കുന്നത് 3,35,000 രൂപക്ക് നമുക്ക് കസ്റ്റമറിനോട്. 3,35 ആസ്റ്റയാണ്. സ്പോർട്സോ മാഗ്നോ ഒന്നുമല്ല, ആസ്റ്റ പുഷ്പട്ടനും അലോയ്സും ഒക്കെ വരുന്ന ഓപ്ഷനാണ്. ഏറ്റവും ടോപ്പിൻ്റെ വാഹനം 3,35 കൊണ്ടുപോകാം. 2014 ആസ്റ്റ. ഒരു 3 ലക്ഷം വരെയൊക്കെ ലോൺ ചാൻസ് ഉണ്ട്. ടൊയോട്ട ഗ്ലാൻസ് ആണ് അടുത്ത വാഹനം. ന്യൂ ഷേപ്പ് അല്ലേ? ന്യൂ ഷേപ്പ്. KL 85 86 KL 86 അങ്ങോട്ടല്ലേ? കണ്ണൂരല്ലേ? പയ്യന്നൂരാ? ഇരിട്ടി അല്ല, ഇരിട്ടിയല്ല, 76 എവിടെയെങ്കിലും ആവട്ടെ, നിങ്ങൾ കമന്റ് ചെയ്തോ. 76 പയ്യന്നൂരായിരിക്കും. പയ്യന്നൂരാന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2023 മോഡല്, സിംഗിൾ RC ഓണർഷിപ്പ്, 50,000 കിലോമീറ്റർ ഓടിയ ബേസ് ഓപ്ഷൻ വണ്ടി. 791 ഓൺ റോഡ് വരുന്ന വണ്ടി. ഇപ്പം 791, അതായത് GST എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ 791 ഓൺ റോഡ് വരുന്ന വാഹനമാണ്. 2023 മോഡൽ, ബേസ് ഓപ്ഷൻ, AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ ഓപ്ഷൻ വരും. ഇതിനിപ്പോൾ എത്ര ചോദിക്കുന്നത്? അവിടെ നമ്മൾ 591, 2 ലക്ഷം രൂപ ഒറ്റയടിക്ക് കുറച്ച്. ഓക്കെ, 591 ടൊയോട്ട ഗ്ലാൻസയുടെ ടൊയോട്ട വണ്ടീൻ്റെ മാർക്കറ്റ് അങ്ങനെയാണ് വരിക. നിങ്ങൾ പുറത്ത് അന്വേഷിച്ച് ചോദിക്കോ ഇതിൻ്റെ റേറ്റ് അല്ലേ? പുറത്ത് വേറെ ഡീലേഴ്സ് എടുത്ത് അന്വേഷിച്ച് ചോദിക്കോ, എന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നോ. നല്ല അടിപൊളി ടയേഴ്സ് ഫ്രണ്ടിലുണ്ട്, പുറകിൽ ആവറേജ് ഉള്ളൂ. വേറെ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല, യാതൊരു അപാകതയുമില്ല. കറക്റ്റ് സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഫുൾ ഓൺ ചാൻസ് ഉണ്ടോ? ഫുൾ ഓൺ ചാൻസ് ഉണ്ട്. ഓക്കെ, 591 ഫുൾ ഓണിൽ ഒരു ഗ്ലാൻസ് കൊണ്ടുപോകാം. 2023 മോഡൽ. അടുത്തത് നല്ല അടിപൊളി ഒരു മാരുതി 800. അഡീഷണൽ അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ കളർ ഒരു അട്രാക്ഷൻ ആണ് അല്ലേ? ബ്ലൂ കളർ, ഒരു കിളിക്കുഞ്ഞ്. അതെ, കിളിക്കുഞ്ഞ് വണ്ടി. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? 2007 മോഡല്, 27 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ, AC കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് RC ഓണർഷിപ്പിൽ വരുന്ന 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയ വാഹനം. ഓക്കെ, 1.5 ലക്ഷം സെക്കൻഡ് RC ഓണർ. AC വരുന്ന വാഹനമാണ്, എല്ലാം വർക്കിംഗ് ആണ്. MPFI ആണ് വരിക. അതാണ് സ്പെഷ്യാലിറ്റി. മൈലേജ് അത്യാവശ്യം കിട്ടൂലേ? മൈലേജ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. വേറെ ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. 27 വരെ പേപ്പർ കൊണ്ട് എത്ര കൊടുക്കാത്? ഇത് നമുക്കൊരു 69,000 രൂപ കൊടുക്കും. 69,000 രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു 800 കൊണ്ടുപോകാം.
ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കും അതേപോലെ തന്നെ വണ്ടിയോട് ക്രേസ് ഉള്ള ആളുകൾക്കും ഡ്രൈവിംഗ് പഠിക്കണ്ടാക്കല്ലേ, ഇത് ശരിക്കും ഒരു ക്രേസ് ഉള്ള ആളുകൾക്കാണ് അല്ലേ? അതെ, പഠിക്കേണ്ട ആൾ ഇത് എടുക്കട്ടെ, ഇതിൽ ലോക്കൽ വണ്ടി കിട്ടും. അതെ, ഇത് കുറച്ച് നല്ല വണ്ടിയാണ്, ഒരു ക്വാളിറ്റി വണ്ടിയാണ്. അതായത് സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്, പിന്നെ അലോയ്സ് ചെയ്തിട്ടുണ്ട്, AC ഉണ്ട്, പവർ വിൻഡോസ് ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഫുള്ളി ഫീച്ചർ ലോഡാണ് വണ്ടി. ഓക്കെ, 69,000 രൂപ കൊണ്ടുപോയി ചെയ്യാം. അടുത്ത വണ്ടിയിലേക്കോ? അടുത്തത് ആൾട്ടോ ആണ്. നമ്മൾ നേരത്തെ 800 കണ്ടില്ലേ, അതിന് അത്ര വൃത്തിയില്ലെന്ന് തോന്നല്ലേ കണ്ടിട്ട്. പക്ഷെ ഇത് കഴിക്കുക വശത വൃത്തിയാവും, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഏതാ മോഡല്? 2008 മോഡല്. ഇപ്പൊ 28 വരെ പേപ്പർ? 28 വരെ പേപ്പറുള്ള വണ്ടി. ഓക്കെ. AC വണ്ടി ഏതാ? LX ആണോ? AC-ന്റെ ഗ്യാസ് അറിയിക്കണം. AC ഇപ്പോ ഡൗൺ ആയിട്ടുള്ളത് LXi ആണ്. കിലോമീറ്റർ വന്നിട്ട് 97,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. സെക്കൻഡ് RC ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം. എത്ര ഇപ്പൊ ചോദിക്കുന്നത്? നമ്മള് 69 79 ഒരു 10,000 രൂപ അധികത്തിന് മാരുതി 800-നേക്കാളും ആൾട്ടോ അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ആൾട്ടോ കുറച്ചുകൂടി പവർ എല്ലാം കിട്ടും. ആൾട്ടോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2028 വരെ പേപ്പറുള്ള ഒരു ആൾട്ടോ ആണ്. 79,000 രൂപയ്ക്കാണ് കിട്ടുന്നത്. കുറച്ചൊന്ന് ടച്ചപ്പ് ചെയ്ത് പോളിഷ് ചെയ്തെടുത്താൽ അടിപൊളി വണ്ടി. ഓക്കെ, അടുത്ത വണ്ടി ഇത്രയേറെ ചെറുതല്ലാണ്ട് ഇനി കുറച്ച് ഹെവിയിലേക്ക് വരാം. പടക്കുതിര. അതെ, പോളോ ആണ്. KL 58 തലശ്ശേരി വണ്ടി. ഡീസലോ പെട്രോളോ? ഇത് ഡീസലാണ്. അപ്പോൾ പടക്കുതിര തന്നെ. പടക്കുതിര എന്ന് പറഞ്ഞത്. അതെ, ഏതാ മോഡല്? ഇത് 2017 മോഡല്, സിംഗിൾ RC ഓണർഷിപ്പിൽ വരുന്ന 90 സംതിങ് കിലോമീറ്റർ ഓടി വണ്ടി. ഓക്കെ, 1.5 ഡീസലാണ്. നല്ല പവറും ഉണ്ടാവും, അതിനനുസരിച്ചുള്ള മൈലേജ് കിട്ടും. TSI ആണെങ്കിൽ പവർ ഉണ്ടാവും, മൈലേജ് ഉണ്ടാവില്ല. പക്ഷേ ഇതിൽ രണ്ടും ഉണ്ട്. മൈലേജും പവറും കിട്ടും, എഞ്ചിന് പണിയും വരും. എഞ്ചിനല്ല, ഇഞ്ചക്ടറിന്. ഇതിനൊക്കെ പണിയുണ്ടോ? ഇല്ല, ഒന്നുമില്ല. നിലവിൽ അതായത് പ്രോപ്പർ മെയിൻറ്റൈൻ ആയിട്ട് പോയാൽ മതി, പേടിപ്പിക്കാൻ പറഞ്ഞല്ല. പോളോ ഡീസൽ എടുക്കുമ്പോൾ അത്യാവശ്യം കപ്പാസിറ്റി വേണം. നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്, ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നല്ല വാഹനം. ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ സാധാരണ ടർബോ കത്തിക്കാണ്ട് ഓടിച്ചാൽ 21-22 വരെയൊക്കെ. ഓക്കെ, ഇന്നത്തെ വീഡിയോ വണ്ടികളൊക്കെ പെട്ടെന്ന് സംസാരിച്ച് തീരുന്നില്ല, നമ്മൾ പെട്ടെന്ന് തീർന്നു ഇല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കുകളൊന്നും ഇല്ല കാര്യമായിട്ട്. എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴാണല്ലോ, ഇതൊന്നും പറയാനില്ല. ഇതൊക്കെ നല്ല വണ്ടികളാണ്. ടയർ ഭാഗവും ഒരു ആവറേജ് ഉണ്ട് അല്ലേ? നല്ല സീറ്റ് കവറും എല്ലാം ഉള്ള നല്ല വണ്ടിയാണ്. 17 മോഡലാണ്. ഏതാ ഓപ്ഷൻ? കംഫർട്ട് ഹൈലൈൻ തന്നെ. കംഫർട്ട് ലൈനാ? അലോയ്സ് ചെയ്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ മാറ്റമൊന്നുമില്ല. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ്. അലോയ്സ് ചെയ്തിട്ടുണ്ട്. എത്രയും ഇപ്പോൾ ചോദിക്കുന്നത്? 17 മോഡൽ 5,25,000 രൂപ കൊടുക്കും. 5.4 ലക്ഷത്തിന് 2017 90 സംതിങ് കിലോമീറ്റർ ഓടിയ ഒരു ഡീസൽ പോളോ നിങ്ങൾക്ക് ഉണ്ടാവും. പ്രോപ്പർ കിട്ടൂല സാധനം. അതെ, പ്രോപ്പർ മെയിൻറ്റൈൻഡ് ആയ ഒരു വണ്ടിയാണ്. അപ്പോൾ എന്തായാലും താല്പര്യമുണ്ടോ വിളിച്ചോളൂ. KL 58 തലശ്ശേരി വണ്ടിയാണ് അല്ലേ? ഓക്കെ, ലോൺ എത്ര വരും? ലോൺ എന്തായാലും 5 രൂപ വരെ, 4-5 രൂപ ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാം. ചെറിയ ഡൗൺ പേയ്മെന്റ്. ഓക്കെ, ഗ്രാൻഡിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ? മൈലേജ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഒരു 12-15 റേഞ്ചൊക്കെയാണ് പെട്രോൾ ഗ്രാൻഡ് മൈലേജ്. പക്ഷെ ഇതിന് 18-20 കിട്ടും. ഡീസൽ വണ്ടിയാണ്, 20 കൂടുതൽ കിട്ടും. KL 58 രജിസ്ട്രേഷൻ, 3 സിലിണ്ടർ എഞ്ചിൻ വരും അല്ലേ? മൈലേജ് നല്ല മൈലേജ് ഉണ്ടാവും. ഏതാ മോഡലൊക്കെ? 2013 മോഡൽ, 84,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് RC ഓണർഷിപ്പിൽ വരുന്ന വാഹനം. ഓക്കെ, കിലോമീറ്റർ ജെന്യൂറ്റി പറയാൻ കിലോമീറ്റർ ജെന്യൂന കറക്റ്റ് കിലോമീറ്റർ. ഓക്കെ, സെക്കൻഡ് RCയിൽ കിടക്കാണ്. ടോപ്പ് ആസ്റ്റേനിയാ? ഫുൾ ഓപ്ഷൻ, അലോയ്സ്, പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ വരും. ഡിഫോഗർ, ബാക്ക് വൈപ്പർ എല്ലാം ഉണ്ടോ? എല്ലാ ഫീച്ചറും ഫീച്ചർ ലോഡഡ് സാധനം. തീർച്ചയായും. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസ്മെന്റും ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഇതിൽ ഒന്ന് പോളിഷ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കാനുണ്ട് കുറച്ച്. അവിടെ സ്റ്റിക്കർ പഴയ ഒട്ടിച്ച് സ്റ്റിക്കറിന്റെ കലയൊക്കെ ബോണറ്റിലുണ്ട്. 2 ഹെഡ്ലൈറ്റ് ഫെയ്ഡ് ആയിട്ടുണ്ട്. ബമ്പർ ഒന്ന് അതായത് ഇതിനെ പെയിന്റ് ചെയ്തെടുക്കും, ഒരു പോളിഷ്, ഒരു 2 ബമ്പർ കോർണർ പെയിന്റിങ്, എല്ലാം കൂടെ ഒരു 5,000-6,000 രൂപ നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ കാണ്ടി വരും. അടിപൊളിയാക്കി എടുക്കാൻ പറ്റും. അടിപൊളിയാക്കി എടുക്കാം. ലുക്കായി വരും. വണ്ടിയുടെ ലുക്ക് തന്നെ മാറും. പിന്നെ ഡീസലുമാണ്, മൈലേജാണ് ഹൈലൈറ്റ്. എത്ര ഇതിപ്പോൾ ചോദിക്കുന്നത്? എത്ര? നമുക്ക് 3,10,000 രൂപ കൊടുക്കാം. 3,10,000 2013 ആസ്റ്റ ഫുൾ ഓപ്ഷൻ ഡീസൽ ഐട്ടൺ ഗ്രാൻഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓൺ ചാൻസ് ഉണ്ടോ? ഫുൾ ഓൺ ചാൻസ് ഇല്ല. ഒരു 10,000-40,000 രൂപേൻ്റെ അടുത്ത് കാണ്ടി വരും. 30,000-40,000 കാണ്ടി വരും. നമ്മൾ 2.25 എന്തായാലും കിട്ടും അല്ലേ? 2.25 എന്തായാലും ലോൺ വരും. ഓക്കെ, അപ്പോൾ ഓട്ടോക്കാരുണ്ടെങ്കിൽ എന്തായാലും വിളിക്കാം. എന്തായാലും എന്താ വെച്ചാൽ ഇതിൻ്റെ ഡീസൽ പിന്നെ എക്സെൻറ്റ് എന്ന് പറഞ്ഞ മോഡൽ
എക്സെന്റ് എന്ന് വെച്ചാൽ ഇതിന്റെ സെഡാൻ കാറ്റഗറി. ഞാൻ പേഴ്സണലി ഉപയോഗിച്ചു. ഇതിന് ഓർമ്മയുണ്ടാവും. ഓർമ്മയുണ്ട്. 22-24 മൈലേജ് കിട്ടുന്നുണ്ടായിരുന്നു പോകുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത് അതേ സാധനത്തിന് ഇത് സെയിം സാധനം വെച്ചുള്ള സാധനമാണ്. പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു ക്യാബിൻ സൗണ്ട് കൂടുതലുണ്ട് എന്നുള്ളൊരു അപാകത മാത്രമേ ഈ സാധനത്തിനുള്ളൂ. അത് ഹ്യുണ്ടായിനെ കമ്പയർ ചെയ്യാം കേട്ടോ. മാരുതിന്റെ ഓണാക്കിട്ടാ പോലും അറിയില്ല. അങ്ങനത്തെ ഒരു കമ്പനിയാണ്. കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് നോയ്സ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ ഈ വണ്ടിക്ക് ഒരു അപാകതയായിട്ട് ഞാൻ കണ്ടത്. വേറെ ഒന്നുമില്ല. വളരെ പെർഫെക്റ്റ് ആണ്. നമുക്ക് ഭയങ്കര ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്ന വാഹനം. ഓക്കെ. നമ്മൾ ശരിക്കും വെച്ചാൽ ഡീസൽ ഇപ്പം എന്ന് വെച്ചാൽ നിങ്ങൾ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് EV എടുക്കാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ശരിക്കും ഡീസലും പെട്രോളും നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് പോയി വരികയാണെങ്കിൽ ഒരു 3000-3500 രൂപ പെട്രോളിന് അടിക്കണം. പെട്രോൾ അടിക്കണം. അതേ സ്ഥാനത്ത് നിങ്ങൾ ഡീസൽ കൊണ്ടുപോയി 1500 റുപ്യേൻ്റെ ചിലവേണ്ട. അത്രയും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് എടുക്കാം അല്ലേ? അടുത്തത് കോമ്പാക്ട് SUV സെഗ്മെന്റ് ഡീസൽ ബ്രസ KL 18 വടകര രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. എങ്ങനെ ഡീറ്റെയിൽ ഇത്? വീണ്ടും ഒരു ഡീസൽ വണ്ടി. തീർച്ചയായും അതും വലിയ വണ്ടിയിൽ നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. ഇതും കിട്ടൂല്ലോ ഒരു 18-20 റേഞ്ച് എന്തായാലും കിട്ടും. ഏതാ മോഡലൊക്കെ ഇത്? ഇത് 2017 മോഡല്. 3rd RC ഓണർഷിപ്പിൽ വരുന്ന വാഹനം. 99,000 കിലോമീറ്റർ ഓടി. ഓക്കെ. അപാകതകൾ കാര്യങ്ങളും ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ VDI മിഡിൽ ഓപ്ഷൻ ഡീസൽ വാഹനമാണ്. മൈലേജ് ഉള്ള ഒരു കോമ്പാക്ട് SUV. അതെ. ഓക്കെ. ഒരു ക്ലെയിമില്ല അല്ലേ? ഒന്നുമില്ല. അപാകതകളൊന്നുമില്ല. ഓക്കെ. ഇപ്പോൾ നിലവിൽ ചെയ്യാനും ഒന്നുമില്ല. ഇപ്പോൾ ഫ്രണ്ടിൽ ഇവിടെ സ്റ്റെപ്പിനായിട്ടത് ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ പെട്ടെന്ന് ഇത് കണ്ട അലോയ്സ് ഇല്ലാന്ന് വിചാരിക്കട്ടെ. അലോയ്സ് ഉണ്ടല്ലേ? അഡീഷൻ ചെയ്തിട്ടുണ്ടല്ലേ അലോയ്സ്? പഞ്ചറായിട്ട് മാറ്റിയിട്ടാ അതാ പറഞ്ഞത്. സ്റ്റെപ്പിനിട്ടുണ്ട്. ഇത് നമ്മൾ വീഡിയോയിൽ മുന്നേ കാണിച്ച വണ്ടിയാണ്. 6:30 ചോദിച്ചിട്ട് വീഡിയോയിൽ ഒരിക്കൽ കാണിച്ച 6:30 പ്രൈസ് കുറവാണ്. ഇപ്പോൾ ഡിസംബറിൽ നമ്മൾ ഈ ഡിസംബർ ഓഫറിൽ നമ്മൾ 6,10,000 രൂപ 20,000 രൂപ അതായത് ലോസിലായി വണ്ടി കൊടുക്കുന്നത്. ഓക്കെ. മുതലിനേക്കാളും താഴെയാണ്. ഓക്കെ. അപ്പോൾ 6:10 വീണ്ടും കുറഞ്ഞു പ്രൈസ്. അവർ വെച്ചോണ്ടെന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഉള്ള ലോസ് മാക്സിമം കുറച്ചിട്ട് അറിയാലോ. നമ്മളൊരു 5 റുപ്യ 10 റുപ്യ എന്നൊരു വണ്ടിന്റെ മേലെ മാർജിൻ പിടിക്കുന്നത്. ഓക്കെ. പക്ഷേ ഇതില് 10 റുപ്യ ലോസില്ല. ഓക്കെ. അപ്പോൾ 6:10 കൊണ്ടുപോകാം. 2017 VDI ആണ്. 99,000 കിലോമീറ്റർ ഓടിയ വണ്ടി. താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. ലോൺ നല്ല ചാൻസാണ്. ഫുൾ ലോൺ കിട്ടും. വാല്യുവേഷൻ അത്രയും പോകുന്നുണ്ട്. അപ്പോൾ തന്നെ അറിയാം. ഓക്കെ. അടുത്ത വണ്ടി പിന്നെ മലയാളീസ് എന്ന് പറയുമ്പോൾ അടുത്ത ഡീസൽ വണ്ടിയാണ് അല്ലേ? പിന്നെ അറേഞ്ച് ചെയ്തിട്ടാണ് ഇതിനെ. ഓക്കെ. ഇത് KL 58 തലശ്ശേരി വണ്ടി. തലശ്ശേരി രജിസ്ട്രേഷൻ വരുന്ന വെർണയാണ്. ഹ്യുണ്ടായി വെർണ ഡീസൽ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പോളോനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ പവറും മൈലേജും ആണ് അതിൻ്റെ ഹൈലൈറ്റ് അല്ലേ? എങ്ങനെ പോയാലും 20ന്റെ മേലെ തന്നെ 24, 23, 24 മൈലേജ് ഷുവർ ഷോട്ട് കിട്ടും. ഞാൻ പണ്ട് ഹ്യുണ്ടായിൽ ഒരു 8 കൊല്ലത്തോളം ഹ്യുണ്ടായിൽ വർക്ക് ചെയ്തിന്. അറിയാലോ. അപ്പൊ ആ സമയത്ത് നമ്മൾ പറയാൻ പാടില്ല, ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുത്ത് പോവല്ലോ, കൂടുതൽ ഇതും എടുത്തിട്ടാ പോവാ. എന്നുവെച്ചാൽ എക്സ്പെൻസ് വളരെ കുറവായിരിക്കും. നമ്മളെ കിട്ടുന്ന കൂപ്പൺ കൊണ്ട് നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറത്ത് പോയിട്ട് വരാൻ പറ്റും. അതുകൊണ്ട് പിന്നെ ഇതിന്റെ സുഖം, യാത്രാ സുഖം അത്രയും സെഡാൻ വണ്ടിയാണ്. ഡ്രൈവിംഗ് കംഫർട്ട് അതേപോലെ കാല് കൊടുക്കുമ്പോൾ പറക്കും. ഇത് 1.4 ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 24 മൈലേജ് കിട്ടും ഈ സാധനത്തിന്. ബേസ് ഓപ്ഷൻ ആണ് 1.4 വണ്ടി. മിറർ അഡ്ജസ്റ്റ്മെന്റ് വരും, 4 ഡോർ പവർ വിൻഡോസ് വരും, പിന്നെ AC പവർ സ്റ്റിയറിംഗ് വരും, പിന്നെ അതേപോലെ ഇൻബിൽറ്റ് സ്റ്റീരിയോസ് വരും. എല്ലാം വരുന്നുണ്ട്. ബേസിൽ തന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. 1.4 ഡീസൽ ആണ് ബേസ്. മോഡൽ ഏതാ? 2016 മോഡല്. 2nd RC ഓണർഷിപ്പ്. കിലോമീറ്റർ 84,000 കിലോമീറ്റർ. 84,000. ഓക്കെ. മെയിൻറ്റെയിൻ ആണ്. മേജർ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു അടിപൊളി സെഡാൻ വണ്ടി, മൈലേജിൽ കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടി. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് ചോദ്യം എന്ന് പറഞ്ഞാൽ 470 ആണ് ഫൈനൽ കിട്ടേണ്ട പ്രൈസ്. ഫൈനൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരുന്ന നമുക്ക് എല്ലാ വണ്ടിയും അങ്ങനെ കൊടുക്കാൻ കഴിയുന്നില്ല ഇതിനെ നഷ്ടത്തിൽ. ഓക്കെ. അപ്പം 470-ന് 2016 ഡീസൽ വർണ്ണ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 85,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഫുൾ ലോൺ ചാൻസ് ഉണ്ടോ? ഫുൾ ലോൺ കയറിപ്പോലെ 20,000 റുപ്യൊക്കെ കാണേണ്ടി വരും. 20,000 മോശമല്ലേ ഇതിന് എത്ര വലിയ ഡീസൽ വണ്ടി എടുക്കുമ്പോൾ 20,000 റുപ്യെങ്കിലും. ഓക്കെ കിടക്കട്ടെ. 20,000 നമുക്ക് ഉണ്ട്. അടുത്തത് ഒരു സ്റ്റൈലിഷ് വണ്ടി, വാഗണറിനേക്കാൾ സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റിംഗ്രയാണ്. KL 71 നിലമ്പൂർ രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2015 മോഡല്, സിംഗിൾ RC ഓണർ. ഓക്കെ. യാതൊരു അപാകതയില്ല, ഒന്നും ചെയ്യാനില്ല. കറക്റ്റ് കമ്പനി സർവീസ് വരുന്ന 1,00,000 കിലോമീറ്റർ ഓടിയ വാഹനം. 1,00,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് അല്ല? ഏതാ ഓപ്ഷൻ ഏതാ? VXI. പക്ഷേ അഡീഷണലി 4 അലോയ്സ് അടിപൊളി ചെയ്തിട്ടുണ്ട്. അതേപോലെ 4 ടയേഴ്സും അടിപൊളിയാണ്. ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല അല്ലേ?
ഒരു ജനറൽ സർവീസ് മാത്രം ചെയ്താൽ മതി. മതി മതി മതി. ഒരു 14-17 റേഞ്ച് മൈലേജും കിട്ടും. ഈ ഒരു മാറ്റമാണ് സ്റ്റിംഗ്രയിൽ വരുന്നത്, ഫ്രണ്ടിലുള്ള ഈ ഒരു ലുക്കിലുള്ള മാറ്റം അല്ലേ. എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത് എത്രയാണ്? 3 ലക്ഷം രൂപ കൂടുക. 3 ലക്ഷത്തിന് 2015 VXi സ്റ്റിംഗ്രേ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതും ഫുൾ ഓൺ ചാൻസ് ഉണ്ട്. ഫുൾ ഓൺ ചാൻസ് ഉണ്ട്. അടുത്ത 7 സീറ്റർ എർട്ടിഗ KL 10 മലപ്പുറം രജിസ്ട്രേഷൻ വാഹനം. പെട്രോൾ അല്ലേ? പെട്രോൾ. രാവിലെ കുറേ ഡീസൽ കാണിച്ചത്. അതെ. അപ്പോൾ നമ്മൾ പെട്രോൾ വണ്ടി. ഓക്കെ. എങ്ങനെയാ? ഇതും അതേപോലെ തന്നെ സിംഗിൾ RC ഓണറിൽ വരുന്ന വാഹനമാണ്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2016 മോഡൽ. 70,000 സിംഗിൾ RC VXi മിഡിൽ ഓപ്ഷൻ പെട്രോൾ വണ്ടിയാണ്. അതെ. ലോ കിലോമീറ്റർ സിംഗിൾ RC തന്നെ, വെൽ മെയിൻറ്റൈൻഡ് ആയിരിക്കും അല്ലേ? നല്ല വണ്ടി. ഓക്കെ. എത്രയാണ് ചോദിക്കുന്നതിനിപ്പോൾ? 5,50,000 രൂപയ്ക്ക് ഒരു 7 സീറ്റർ എർട്ടിഗ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2016 മോഡൽ. ആ, ഫുള്ള് ലോൺ കയറുമല്ലേ? ഫുൾ ലോൺ. ഫുൾ ലോണും ചാൻസ് ഉണ്ട്. മൈലേജ് ഒരു 11-15 റേഞ്ച് ഏകദേശം മൈലേജ്. 13 കിട്ടും എന്തായാലും. അല്ല, 11 to 15 ആ റേഞ്ചിലാണ് ഇത്. അടുത്ത വണ്ടിയിലേക്ക് ബ്രസ. ഇവിടെ ഈ പ്രാവശ്യം എല്ലാ സെഗ്മെൻറ്റും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെറുത് തന്നെയാണ് കാണിച്ചത്. ഇപ്രാവശ്യം എല്ലാ സെഗ്മെൻറ്റും ഉണ്ട്. KL 51 രജിസ്ട്രേഷൻ ബ്രസയാണ്. ഡീസലാണല്ലേ? ഡീസൽ. TDIs. ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2019 VDI സിംഗിൾ RC ഓണർ, 94,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ. പിന്നെ ഇതിനൊരു അപാകത ഉള്ളതെന്ന് വെച്ചാൽ 2 ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡോറ് മാത്രമാണോ? ഡോറ് മാത്രം. പില്ലറിലൊന്നും പണിയെടുത്തില്ല. ആ ഡോറിന്റെ ഗ്ലാസ് മാറി. പില്ലറും പാനലൊന്നും പണിയെടുത്തില്ല. ഡോറിന്റെ പീസ് ഡോറ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഓക്കെ. പിന്നെ വേറെ അത് കമ്പനി തന്നെയാണ്. ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഹിസ്റ്ററി ഉണ്ട് അല്ലേ? 2019 VDI ആണ്. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ഡീസൽ വണ്ടി, മിഡിൽ ഓപ്ഷൻ, ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം വരും. അലോയ്സ് ഉണ്ടാവില്ല, അതേ ഉള്ളൂ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? എത്രയാണ്? 7,30,000 ഫൈനൽ പ്രൈസ്. 7:30 2019 VDI ബ്രസ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 1 കിലോമീറ്റർ ആയിട്ടില്ല. ഫുൾ ലോണിൽ കൊണ്ടുപോകാൻ പറ്റും. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ക്വിഡാണ്. KL 59 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വാഹനം, കണ്ണൂർ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് സിംഗിൾ RC ഓണർ, 70,000 കിലോമീറ്ററുടെ 1 ലിറ്റർ ആണ് കേട്ടോ. 1 ലിറ്റർ എഞ്ചിൻ. മാനുവൽ. ഏതാ മോഡല്? 2017 മോഡല്. 17 റീപ്ലേസ് ആയിട്ടുണ്ട്. ഏതാ ഓപ്ഷൻ വരുന്നത്? RXT. ഇതിൽ ഫുൾ ഓപ്ഷനാണ്. ഓപ്ഷനിലല്ലോ, RXT അല്ല? RXT. ഓപ്ഷനിലും കൂടി ഉണ്ട്. ഓക്കെ. കിലോമീറ്റർ 70,000 കിലോമീറ്റർ. ക്ലെയിം ഇത് ഗ്ലാസ് അല്ലാണ്ട് വേറെ? പിന്നെ ചെറിയ 1-2 സ്ഥലത്ത് പെയിന്റിംഗ് ആയിട്ടുണ്ട്, റീപെയിന്റ് ആയിട്ടുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല വേറെ. റീപെയിന്റ് മാത്രമേ. ഗ്ലാസ് മാത്രമേ റീപ്ലേസ്ഡ് ആയിട്ടുള്ളൂ. എത്ര ഇതിപ്പോൾ ചോദിക്കുന്നത്? എത്രയാ? ഇത് നമുക്ക് 2,10,000 കിട്ടേ കൊടുക്കാം. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ എല്ലാം ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളല്ലേ, ഇത് അങ്ങനെയല്ല. ഇതിനൊരു 40,000 50,000 ക്യാഷ് കയ്യിൽ വേണം. ഇറക്കേണ്ടി വരും. 17 മോഡലേ. അങ്ങനെയല്ല, എക്സ്ട്രാ കിട്ടും വണ്ടിൻ്റെ അത്. ക്യാഷ് ബാക്കാ? ക്യാഷ് ബാക്ക്. ഓക്കെ, അങ്ങനെ പറയുന്നല്ലേ? ഓക്കെ. ഇതിനൊരു 50 റുപ്യ കയ്യിൽ കിട്ടേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കുന്നുണ്ട്, ലോൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50,000 നമുക്ക് എക്സ്ട്രാ മേടിക്കാം. 50,000 ആരുടെ കടമ വെച്ചോ? വെറുതെ പലിശ കൊടുക്കാൻ നിൽക്കണ്ട. ഓക്കെ. അപ്പോൾ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. വേറെ വർക്കൊന്നും ഇല്ലല്ലോ നിലവിൽ? കുറച്ച് റീപെയിന്റ് ഉണ്ട്, മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്, അതേ ഉള്ളൂ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. അടുത്ത നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം റിനോ ഡസ്റ്റർ ആണ്. KL 58 തലശ്ശേരി വണ്ടി. ഇത് 85 ആണോ? 85. മൈലേജ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 18ന്റെ മുകളിൽ തന്നെ മൈലേജ് കിട്ടും. ഏതാ മോഡലൊക്കെ? 2014 മോഡൽ. 14 മോഡൽ. 3ാമത്തെ RC ഓണർ. പിന്നെ ഏതാ ഓപ്ഷൻ? RXS. ടോപ്പിന്റെ താഴെ. ഓക്കെ. RXZ, RXT, RXS അങ്ങനെയാണ് വരിക. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 140 ഓടിയിട്ടുണ്ട്. ഇതിന്റെ 2 മേജർ കഴിഞ്ഞിട്ടുണ്ടാവില്ല? 2 മേജർ കഴിഞ്ഞില്ല. ഓക്കെ. 2 മേജർ സർവീസ്. രണ്ടാമത്തെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. 80-ലല്ലേ മേജർ വരിക? 60-ലോ 80-ലോ വരുന്നത്? 80-ലാണ് വരുന്നത്. 80-ലാണ് വരുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഒന്ന് കഴിഞ്ഞ് ഇനിയിപ്പോ 160,000 30,000 ആവും. മേജർ എല്ലാം കൂടെ മേജർ ചെയ്യുമ്പോൾ 30,000 വരിക. കമ്പനിന്നാണെങ്കിൽ. ഓക്കെ. പുറത്തുനിന്ന് അതിന് കുറഞ്ഞ് ചെയ്യാൻ പറ്റും. പുറത്തുനിന്ന് അതിലും കുറേ കമ്പനി തന്നെ ചെയ്യുന്ന, കമ്പനി തന്നെ സർവീസ് ആയ വണ്ടിയാ. അത് ശരി. ഓക്കെ. ഫുൾ സർവീസ് ഉണ്ട്, ഹിസ്റ്ററി ഉള്ള വണ്ടിയാ. ഓക്കെ. അപ്പോൾ അതേപോലെ 4 പുതിയ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒന്നും ചെയ്യാനില്ല. എത്ര ചോദിക്കുന്നത്? മെയിൻ ഗ്ലാസിന് ചെറിയൊരു പൊട്ടുണ്ട് നിലവിൽ. അത് വേണേ മാറ്റാം അല്ലേ? നോക്കിയിട്ട്. അല്ല, പൊട്ടുണ്ട്. അത് ആക്സിഡന്റ് ഒന്നും അല്ല, ചെറിയൊരു കല്ലടിച്ച കലയാണ്. ആക്സിഡന്റ് അല്ല. പിന്നെ വേറെ റീപ്ലേസ്മെന്റ് ഒന്നും വണ്ടിയിലില്ല. ഓക്കെ. എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? നമുക്കൊരു 3,05,000 കിട്ടേ കൊടുക്കാം. 3,05,000 2014 85 PS ഈ ഒരു ഡസ്റ്റർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 3,05,000 രൂപ ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ കിട്ടും. നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, ഈ സിബിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഡൗൺ പേയ്മെന്റ് വേണ്ടൂ.
ബാക്കി എല്ലാ വണ്ടിയും ഫുൾ ഓൺ കയറുന്ന വണ്ടികളാണ് നമ്മളിത് കാണിച്ചത്. പൊതുവെ അങ്ങനെ എല്ലാ വണ്ടിയും ഫുൾ ഓൺ കയറുന്ന കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇന്ന് കാണിച്ച എല്ലാ വണ്ടിയും നമുക്ക് ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളെ സിബിൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും, അല്ലെങ്കിൽ മാക്സിമം ലോൺ കിട്ടും. നിങ്ങൾ ട്രാക്ക് കൂടെ നോക്കിയിട്ട് ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളാണ്. അത് ഡിസംബറിലെ ഒരു പ്രത്യേക ഓഫർ പ്രൈസിൽ നമ്മൾ വണ്ടികൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ഫിനാൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. തീർച്ചയായും എല്ലാവർക്കും വെൽക്കം. എല്ലാവരും അത് പെട്ടെന്ന് തന്നെ എടുത്തോളൂ. വേറെയും കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. പേജ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂടെ കൂടാം. അപ്പോൾ അഖിലേ, താങ്ക് യു. ബൈ.